കുറേ ആളുകൾ എന്നോട് ചോദിച്ചു ഞാൻ എന്താണ് കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ടിഫിൻ ബോക്സിലാക്കാറെന്ന്. അതിൽ ഞാൻ തട്ടിപ്പിൻ്റെ ഉസ്താദാണ്. അപ്പോൾ നമുക്ക് എൻ്റെ തട്ടിപ്പുകൾ നോക്കാം. ഏറ്റവും എളുപ്പത്തിലാണ് ഞാൻ ടിഫിൻ ബോക്സ് ആക്കുക. ഒന്ന് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് സംഭവങ്ങൾ വെച്ചിട്ട് ചെയ്യും. അതിപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ഈ മിനി ഇഡലിയാണ്, അത് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലിതാ തേങ്ങയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കണം. നമ്മൾ അതിൽ നിറയെ വെള്ളം ഒഴിക്കരുത്, ചട്നി പോലെ ആവരുത്. അപ്പം കുറച്ച് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. എന്നിട്ട് ഈ മിനി ഇഡലീൻ്റെ തട്ട് എനിക്ക് പണ്ട് ചെന്നൈയിലുള്ളപ്പോൾ ഞാൻ വാങ്ങിയാണ്. അത് വേണമെന്നില്ല, നമ്മുടെ സാധാരണ ഇഡലി തട്ട് തന്നെ കുഞ്ഞതായിട്ട് ഇഡലി ഉണ്ടാക്കണം, വലിയ ഉണ്ടാക്കരുത്. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനുള്ള ഒരു സൂത്രം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ബട്ടർ ആദ്യം തേച്ചിട്ട് ഒന്ന് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഇഡലി മാവ് ഒഴിച്ചാൽ മതി. എപ്പോഴും അങ്ങനെ ചെയ്താൽ മതി. മറ്റാകുമ്പോൾ നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടല്ലേ, അല്ലെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് തണുപ്പിച്ചിട്ടല്ലേ ഇഡലി നന്നായിട്ട് കിട്ടുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കില്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഇതൊന്നും ഇങ്ങോട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ കുഞ്ഞു കുഞ്ഞു ഇഡലികൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് സ്പൂൺ കൊണ്ട് അങ്ങോട്ട് ഒഴിച്ചാൽ മതി. മറ്റേ ഇഡലിത്തട്ടാണെങ്കിലും വലിയതാണെങ്കിലും അങ്ങനെ ചെയ്താൽ മതി. ഇത് ചെന്നൈയിലൊക്കെ ഇത് ഭയങ്കര ഫേമസ് ആണ്, ഈ ഒരു ചമ്മന്തി വെച്ചിട്ടുള്ള ഈ കുഞ്ഞ് ഇഡലി. അത് കുട്ടികൾക്ക് ചെറുതാവുമ്പോൾ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങളും കുറേ ആൾ പറഞ്ഞു തരണമെന്നും പറഞ്ഞിട്ട് അങ്ങനത്തെ വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. എനിക്ക് 3 മക്കളാണുള്ളത്. അതിൽ ചെറിയ മോനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഇഡലികൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. അപ്പോൾ അത് നന്നായിട്ട് ഫുള്ളായിട്ടും കഴിക്കും. നമ്മൾ വലിയ ഇഡലിയൊക്കെ ആകുമ്പോൾ ഒരു 3 എണ്ണമൊക്കെ കഴിക്കുന്നതാണെങ്കിൽ പോലും ഇത് ഈ 2 തട്ടിലുള്ള കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് ഫിനിഷ് ആക്കിയിട്ടാണ് കൊണ്ടുവരിക. അപ്പോൾ ഇതിൽ നമ്മൾ ഇഡലി ഒഴിക്കുക, എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ എല്ലാത്തിൻ്റെ മേലെയും ഇങ്ങനെ ഈ ചട്നി അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഓരോ പ്രാവശ്യം ഇഡലി തട്ട് നമ്മളിങ്ങനെ വെക്കുമ്പോഴും നമ്മളിങ്ങനെ ബട്ടർ ആക്കുക. ബട്ടർ തന്നെ ആക്കണം, നെയ്യാക്കിയാൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്, പക്ഷെ ബട്ടർ ആക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് അതിൻ്റെ മേലേക്ക് ചട്നി ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ആദ്യം കാണിക്കുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ടിഫിൻ കൊടുക്കുന്നത്. അതിലുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. അങ്ങനത്തെ പല സാധനങ്ങൾ, ചോറ് വെച്ചിട്ടുള്ളത് നമ്മൾ ലാസ്റ്റിലേക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ ബ്രെഡ്, അങ്ങനെ പലതും വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള സംഭവങ്ങൾ എങ്ങനെയാണോ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക അതാണ് സാധാരണ ഞാൻ ചെയ്തു കൊടുക്കാറ്. അതിനായിട്ട് കുറേ സമയമൊന്നും സ്പെൻഡ് ചെയ്യില്ല. പിന്നെ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ കുട്ടികൾക്ക് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മളൊക്കെ പണ്ട് കൊണ്ടുപോയ പോലെ ചോറ്, കറി, ഉപ്പേരി ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ കുട്ടികൾ അങ്ങനെ പൊതുവേ കഴിക്കാറില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളാകുമ്പം അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. ഇതിപ്പോൾ ഞാൻ മിക്കവാറും ഉണ്ടാക്കുന്ന വേറൊരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കൊഴക്കട്ടയാണ്. കൊഴക്കട്ടയുടെ വീഡിയോ ഞാൻ ഇട്ടില്ലേ, കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ മതി. പക്ഷേ ഇങ്ങനെ ഈ ചമ്മന്തി ഇട്ടിട്ടാണ് ഞാൻ ഈ കൊഴക്കട്ട ഉണ്ടാക്കുന്നത്. ചമ്മന്തി ഇട്ട കൊഴക്കട്ടയാണെങ്കിൽ നമ്മൾ ആ കൊഴക്കട്ടയിലുള്ള പോലെ തേങ്ങയും ജീരകവും ഒന്നും ഇടണ്ട. ജസ്റ്റ് അരിപ്പൊടി എന്താണോ ഏതെങ്കിലും അരിപ്പൊടി എടുത്തിട്ട് കുഴച്ചിട്ട്, അരിപ്പൊടിയോ അരി അരച്ചതോ കുഴച്ചിട്ട് നമ്മൾ ഉരുട്ടിയെടുത്താൽ മതി ആ കൊഴക്കട്ട. എന്നിട്ട് അതിനെ ഇങ്ങനെ 4 കഷ്ണങ്ങളാക്കിയിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഇഡലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് നോക്കാം, നമ്മളതിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. അത് വേഗം ഇങ്ങനെ ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾക്ക് ടിഫിൻ ബോക്സിലേക്ക് എടുത്തിടാൻ പറ്റും, നമ്മൾ ഈ ബട്ടർ തേച്ചതാണെങ്കിൽ. അപ്പോൾ അങ്ങനെ എടുത്തിട്ടിട്ട് ഒന്നവിടെ നമ്മൾ ഫാനിൻ്റെ അടിയിലൊക്കെ ഒന്നങ്ങ് വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു തണുത്തതിന് ശേഷം മാത്രം മൂടി വെച്ചിട്ട് കൊടുത്തയച്ചാൽ മതി. ഇത് കണ്ടില്ലേ, പെട്ടെന്ന് ഇങ്ങോട്ട് കിട്ടുന്നത്. അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് എടുത്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഒരു രസം. നല്ലൊരു കോയിൻ പോലെ ഭയങ്കര രസമാണ്. ഇതിങ്ങനെ കാണുന്ന പോലെയല്ല, നമ്മൾ കഴിക്കുമ്പോൾ നല്ല രസമാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും കഴിക്കാൻ. അതിൻ്റെ കൂടെ ഒരു സ്പൂണോട് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. എന്നാൽ അവർക്ക് എന്നെ തുറന്നിട്ടില്ല. ഇതുപോലെ ഒറ്റയടിയിടല്ലേ, അതോടുകൂടി ആ സംഭവം ഇവിടെ കഴിയും. അത്രയ്ക്കും ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സാധനം. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിൽ ഈ ചമ്മന്തിയൊക്കെ ഇട്ടിട്ടൊന്ന് ചൂടാക്കുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ചൂടുകാലത്തൊക്കെ ആണെങ്കിൽ കേട് വരിക എന്നുള്ളൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഇവിടെയൊക്കെ ഇപ്പോൾ നല്ല ചൂടാണ്, കട്ട ചൂടുള്ള സമയമാണ്. അപ്പോൾ അങ്ങനെ കേട് വരില്ല. ഇനി നമ്മളുടെ കുഴക്കട്ടയ്ക്കുള്ള ചമ്മന്തിയാണ്. അതിൽ നമ്മൾ ചെറിയുള്ളി, മറ്റേതിലൊന്നും ഇടരുത്, മറ്റേ ചമ്മന്തിയിൽ ഉള്ളി ഒന്നും ഇടരുത്. അതിങ്ങനെ ആവിയിൽ ഇങ്ങനെ വേവുമ്പം എന്തോ ഒരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ടിഫിൻ ബോക്സിൽ ഇങ്ങനെ അടച്ചിരിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അതിൽ വെറും മുളക് പൊടിയും ഉപ്പും മാത്രമാണ് ഇട്ടത്. ഇതിൽ നമ്മൾ ചെറിയുള്ളി ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി, പിന്നെ ഇവിടെ വെളുത്തുള്ളി ഉപയോഗിക്കാറുണ്ട് ഇവിടെ മക്കൾക്കൊക്കെ, ഇതിൽ ഇടുമ്പോൾ ഇഷ്ടമാണ്. പിന്നെ മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് അതിനെങ്ങനെ ഒരു ചമ്മന്തി ആക്കിയിട്ടെടുക്കും. എന്നിട്ട് നമ്മളിതാ ചീനച്ചട്ടിയിലേക്ക് നമ്മുടെ കടുകും, ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. എന്നിട്ട് കടുക്, കറിവേപ്പില പൊട്ടിച്ചിട്ട് നമ്മളുടെ കുഴക്കട്ട കഷ്ണങ്ങൾ കുറച്ച് ചെറുതായിട്ട് മുറിക്കണം കേട്ടോ. നല്ല കുട്ടികൾക്ക് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ കൊണ്ടോ ഇങ്ങനെ കോരി കഴിക്കാൻ പറ്റും. കയ്യിലും ആവില്ല,
അവർക്ക് സുഖമായിരിക്കും. സ്കൂളിൽ നിന്നൊക്കെ കൈ കഴുകുന്ന ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ആ സംഭവം ഇടുക, എന്നിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒരു 2 മിനിറ്റ് അവിടെ മൂടി വെക്കുക വെള്ളം ഒഴിച്ചിട്ട്. പിന്നെ ഇങ്ങനെ കുറേ ഡ്രൈ ആക്കി എടുക്കരുത്, അപ്പോൾ ഹാർഡാവും. അപ്പോൾ കുറച്ച് വെള്ളം അതിന് വേണ്ടിയിട്ടാണ് ഒഴിക്കുന്നത്. എന്നിട്ട് 2 മിനിറ്റ് സിമ്മിൽ അവിടെ മൂടി വെച്ചിട്ട് ടിഫിൻ ബോക്സിലേക്ക് ഇടുക. നമുക്ക് തന്നെ ഈ സംഭവം ഇഷ്ടപ്പെടും. നല്ല രസമാണ് കേട്ടോ. അത് കുട്ടികൾക്ക് മടുക്കൂല. എല്ലാ സാധനവും ചൂടാറിയതിൻ്റെ ശേഷം മാത്രമാണ് കുട്ടികൾക്ക് കൊടുത്തയക്കേണ്ടത്. പിന്നെ മൂടി വെക്കേണ്ടത് നമ്മുടെ ടിഫിൻ ബോക്സ്. പിന്നെ നമ്മൾ ദോശയല്ലേ ഉണ്ടാക്കുക. ഇനി ഈ ദോശ ഉണ്ടാക്കുമ്പോൾ വേറൊരു കാര്യം ഞാൻ ചെയ്യാറ്, ഇവിടെ മോന് അവനിപ്പോൾ 7 വയസ്സാണ്. അപ്പം മോൻക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ഓരോ ഷേപ്പ് അത് നന്നായിട്ട് നമ്മൾ ആർട്ടിസ്റ്റ് ഒന്നാവുണ്ട്. ഇപ്പം ഇത് തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ നമ്മൾ ഇത് സിംഹമാണ് പൂമ്പാറ്റയാണ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുമ്പോൾ ഓൾക്ക് അതിനോടൊരു ഇഷ്ടമുണ്ടാവും. എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ക്രീം നെയ്യ് അതിലൊഴിക്കണം. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. നെയ്യ് ഒഴിച്ചതിൻ്റെ ശേഷം അതിൻ്റെ മേലേക്ക് ഇഷ്ടമുള്ള ക്രീം അങ്ങോട്ട് വെക്കുക. എന്നിട്ട് അങ്ങോട്ടൊന്ന് മുരിഞ്ഞ് വരണം. എന്നിട്ട് നല്ല രസമാണ് ഇത്. സംഭവം ചൂടോടുകൂടി കഴിക്കുമ്പോൾ ഇവിടെ അവൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ കളിക്കാനൊക്കെ വരില്ലേ, ആ സമയത്ത് ഞാൻ ഇത് വെറുതെ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. ഇതിൽ നമ്മൾ പിസ്തയുടെ ആ ഒരു ഇതും പിന്നെ ക്രീമും പിന്നെ ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ക്രീംസില്ലേ അതും മിക്സ് ആക്കിയിട്ട് നല്ല കളർഫുൾ ആക്കിയിട്ടാണ് കൊടുത്തത്. പിന്നെ നമ്മൾ ഇവിടെ ദോശയുടെ ചെയ്യുന്ന പോലെ തന്നെ ബ്രെഡിൽ ചെയ്യാം. രണ്ടിലും കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ആക്കുക. അപ്പം ഞാനിവിടെ എന്തായാലും ഓൾറെഡി നെയ്യ് എടുത്ത് വെച്ചതുകൊണ്ട് നെയ്യാണ് ആക്കുന്നത്. മാത്രമല്ല എനിക്ക് ഇഷ്ടം ബട്ടറിനേക്കാളും നെയ്യാണ്. അപ്പോൾ ബ്രെഡിലൊക്കെ ആക്കുമ്പോൾ നെയ്യ് ആക്കുമ്പോഴാണ് അവൾക്ക് കൂടുതലൊരു ഇഷ്ടം. അപ്പോൾ ഇത് നേരത്തെ പോലെ തന്നെയാണ്. നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ വലിയ ദോശ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കൊടുക്കരുത്. കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കൊടുക്കുമ്പം അവർക്ക് ആ ടിഫിൻ ബോക്സ് കാണാൻ തന്നെ ഒരു ഇഷ്ടമായിരിക്കും. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ക്രിസ്പി ആക്കിയിട്ട് ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ അവർക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഐറ്റമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. ഇത് എൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അവർ ഈ ക്യാരറ്റ് ഇങ്ങനെ സ്പ്രിംഗ് അനിയനാണ് ഇഷ്ടമുള്ള, എന്താണ് മഷ്റൂം ഒക്കെ വെക്കാം. അപ്പോൾ അവർക്ക് ഇത് അല്ലാതെ വെജിറ്റബിൾ ഒന്നും അവർ കഴിക്കൂലല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുമ്പം മടുപ്പില്ലാതെ കഴിക്കും എന്നല്ല, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു ദോശ, അധികം കട്ടിയില്ലാത്തൊരു ദോശ ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഏതെങ്കിലും ഒരു ചീസാണ് ഇട്ടിരിക്കുന്നത്. മൊസറല്ല ചീസാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ചീസ് ഷീറ്റില്ലേ അതാണെങ്കിൽ അത് ഇടുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഈ വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ മേലെ കുറച്ചൊന്നില്ലേ മുളക് പൊടി അതും കൂടെ ഒന്ന് വെതറിയിട്ട് അതിന് മേലെ കുറച്ചും കൂടെ അങ്ങോട്ട് ചീസ് ഇടുക. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒട്ടി അവിടെ കിടക്കും. പിന്നെ അതുപോലെ ബ്രെഡും ഇങ്ങനെ നമ്മൾ ചെറിയതാക്കിയിട്ട് ഇങ്ങനെ ഹാഫ് ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോഴാണ് അവർക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഉണ്ടാവുക. അല്ലാതെ 2 ചീസ് ബ്രെഡ് മേലെ മേലെ വെക്കുന്നതിനേക്കാളും ഇങ്ങനെ കുഞ്ഞതായിട്ട്. ഇനി ചിലർക്ക് ഈ വക്കുള്ള സാധനമൊന്നും ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ വക്കിലുള്ളത് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അത് ഇഷ്ടമില്ലെങ്കിൽ, ഇവിടെ മോനിക്ക് ഇഷ്ടമില്ല, അപ്പോൾ എപ്പോഴും കട്ട് ചെയ്തിട്ടാണ് എടുക്കാറ്. ഇതിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നോക്കി ആ ചീസ് ഇങ്ങനെ അങ്ങോട്ട് വലിഞ്ഞു വരും. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. മൊസറല്ല ചീസ് ആണെങ്കിൽ, മറ്റേതാണെങ്കിൽ നല്ല മെൽറ്റായിട്ട് ചീസ് അതിൻ്റെ ഉള്ളിലുണ്ടാവും. പിന്നെ തട്ടിപ്പിൽ ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത്. ഇത് ടിഫിൻ ബോക്സിലേ നല്ല കേട്ടോ, എപ്പോഴും ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തലേ ദിവസം ഉണ്ടാക്കി വെക്കാം. ഇത് ഞാൻ മറ്റേ ചിക്കൻ്റെ ബ്രസ്റ്റാണ് അരച്ചെടുത്തിട്ടുള്ളത്. അത് വേവിക്കുകയും ചെയ്യരുത്, വേവിക്കാതെ അരച്ചെടുക്കണം. അല്ലെങ്കിൽ ചിക്കൻ്റെത് സാധാ ചിക്കന് അരച്ചെടുത്താലും മതി. അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള മസാല ഇടാം. ഞാനിവിടെ സ്പ്രിംഗ് അനിയന്, ലെറ്റസ്, പിന്നെ ക്യാബേജ് ഇടാം. പിന്നെ ഇത് വെളുത്തുള്ളി, പിന്നെ കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, സോയാ സോസ്, ഈ സംഭവങ്ങളൊക്കെയാണ് അതിലിട്ടിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങോട്ട് അരച്ചെടുത്താണ്. അത് അരച്ചതിന് ശേഷം അതിലേക്ക് ഇട്ടതാണ്. എന്നിട്ട് ഇതെങ്ങനെ പരത്തിയിട്ട് ഒരു ടോട്ടലി ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ സംഭവമാവും. 10 മിനിറ്റും വേണ്ട. പിന്നെ നമ്മൾ മലയാളികൾക്ക് ഒരു സംശയമായിരിക്കുമല്ലോ, ഇത് വെന്തിട്ടുണ്ടാവുമോ അങ്ങനെയൊക്കെയുള്ള ഒരു സംശയം നമുക്ക് പൊതുവെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് മാത്രം അവിടെ ഒരു 5 മിനിറ്റൊക്കെ അവിടെ മൂടി വെച്ചാൽ മതി. പക്ഷേ അതിൻ്റെ ഒന്നും കാര്യമില്ല, ഒന്ന് സിമ്മിലിട്ടാൽ മതി. എന്നിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക. അത് നോക്കിയേ, ആകെ ഒരു 10 മിനിറ്റ്സ് വെച്ചു എന്ന് തോന്നുന്നു. നല്ല സോഫ്റ്റായിട്ട് സംഭവം കിട്ടും. ഇതാകുമ്പോഴുള്ള സുഖം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ട് അവിടെ വെക്കാം. ഫ്രീസറിലൊക്കെയാണ് കുറേ കാലം നിൽക്കും. നമ്മൾ താഴെയാണെങ്കിൽ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചാൽ മതി. ഇത് നേരത്തെ പോലെ തന്നെ നെയ്യിൽ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് ദോശയൊക്കെ ഇതാ കുഞ്ഞതായിട്ട് കണ്ടില്ലേ, കുറച്ച് നേരിയതായിട്ട് തന്നെ പരത്തിയെടുക്കണേ ദോശ. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ചീസ് എടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ഇടുക. എന്നിട്ട് നമ്മളുടെ ഇത് ഭയങ്കര രുചിയാട്ടോ, ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം, ഭയങ്കര രസമാണ്. ഇതേപോലെ തന്നെയാണ് ആ ക്യാരറ്റ് ഇട്ടത്. ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ ക്യാരറ്റും സ്പ്രിംഗ് അനിയനും മാത്രമാണ് ഞാൻ സാധാരണ ഇടാറ്. നമുക്ക് ഇഷ്ടമുള്ള ഇടാം. എന്നിട്ട് ഇതാ ആ ചീസ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാകുമ്പോഴേ നല്ല രസമായിരിക്കും കഴിക്കാൻ, ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഇത് വേറെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ മൊസറല്ല ചീസ് ഇടുക. എന്നിട്ട് നമ്മളുടെ നാടൻ സംഭവമില്ലേ അത് നല്ല രസമാണ്, പൊട്ടാറ്റോ മസാല. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് ആ ചമ്മന്തി ഉണ്ടാക്കിയതും കൂടെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. റെഡ് ചമ്മന്തിയാണ്. ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ പൊതുവേ ഇവിടെ ഇഷ്ടം. നമ്മൾ സാധാരണ ദോശയ്ക്കാണെങ്കിൽ ആ ഗ്രീൻ ചട്നി ഇഷ്ടമാണ്. പക്ഷേ
ഈ ഒരു ഇങ്ങനെ സാൻഡ്വിച്ചസ് ഒക്കെ ഉണ്ടാക്കൂലേ, അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പം ഇവിടെ ഇഷ്ടം നമ്മളുടെ റെഡ് ചട്നിയാണ്. അപ്പോൾ അതും ഇടുക, പൊട്ടാറ്റോ മസാല ഇടുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ ചീസ്, മൊസറല്ല ചീസ് താഴെയും മേലെ ഇടണം. അപ്പോഴാണ് മെൽറ്റായിട്ട് ഇങ്ങനെ മടക്കുമ്പോൾ ഒട്ടി അവിടെ പിടിക്കുക. അപ്പോൾ ഇതാണ് അടുത്ത ടിഫിൻ ബോക്സ്. ഇനി നമ്മൾക്ക് ചോറ്, എളുപ്പത്തിൽ ചോറ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വിദ്യകളാണ് കേട്ടോ. ഈ സംഭവം ദിൽ ലീവ്സ് ആണ്. അത് എനിക്ക് ചെന്നൈയിൽ നിന്ന് കിട്ടിയിരുന്നു, നമ്മുടെ നാട്ടിൽ കിട്ടുമെന്നറിയില്ല. ഇത് ശരിക്കും ഇറാനിയൻ ഫുഡാണ്, ഇറാനിയൻ റൈസാണ് ഇത്. ഇവർ നല്ല രസമാണ്, കബാബ്സിൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെ ഡിഫറെൻറ്റ് റൈസ് ഇങ്ങനെ വെച്ചിട്ട് നല്ല രസമാണിത്. ഇത് ഞാൻ പിന്നെ കിട്ടാത്തത് കൊണ്ട്, നമ്മളെ നാട്ടിലൊക്കെ ആകുമ്പോൾ കിട്ടാത്തത് കൊണ്ട് സ്പ്രിംഗ് അനിയനാണ് അതിന് പകരം എടുത്തത്. പക്ഷേ എടുത്തിട്ട് ഞാൻ വെറുതെ ഉണ്ടാക്കി നോക്കിയായിരുന്നു, പക്ഷെ നല്ല രസമുണ്ട്. ഇതിന് ഇന്നതെന്നൊന്നുമില്ല, ബട്ടർ ഇടുക, അതിലേക്ക് നമ്മൾക്ക് എന്താണ് വേറെ ഒരു സാധനം ഇതിലിടരുത്. നമ്മൾ സിമ്പിൾ ആകുമ്പം കുറച്ച് രസം ഉണ്ടാവുമോ എന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവും, പക്ഷെ നല്ല ടേസ്റ്റാണ്. കുറച്ച് റൈസ് ഇടാം, മറ്റേതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടണം. ഇതൊക്കെ ഈ വെജിറ്റബിളൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ നല്ലതാണ്, കാരണം അവരറിയാതെ കഴിക്കും. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ, മോൾക്കൊക്കെ വെജിറ്റബിളിനോട് പൊതുവേ ഈ സാമ്പാർ മാത്രം ഇഷ്ടമുള്ള ആളാണ്, മറ്റുള്ള വെജിറ്റബിളൊന്നും ഇഷ്ടമില്ല, കറികളൊന്നും. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നന്നായിട്ട് 30 കഴിക്കും. അപ്പോൾ ഇത് ആ ദിൽ ലീവ്സ് കൊണ്ട് ഉണ്ടാക്കിയത്. ദിൽ ലീവ്സ് കിട്ടുമെന്നറിയില്ല, കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിയിട്ടുണ്ടാക്കിയാൽ ശരിക്കും അവരുടെ ഇറാനിയൻ റൈസ് അതാണ്, ദിൽ ലീവ്സ് ആണ് ഒന്ന്. പിന്നെ ഇത് ഞാൻ സ്പ്രിംഗ് അനിയൻ കൊണ്ടാണ്. പിന്നെ അവരുണ്ടാക്കുന്നത് നമ്മളെ ക്രാൻബെറീസും പിന്നെ വേറെ ഒരു ഇതില്ലേ നമ്മുടെ കുങ്കുമത്തിൻ്റെ ആ സംഭവം കൊണ്ടാണ്, വേറെ റൈസ്. അത് നമുക്ക് ഇവിടുന്ന് പോസിബിളാണ്, പക്ഷേ നമുക്ക് നാട്ടിലാവുമ്പോൾ അതൊന്നും അങ്ങനെ കഴിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ കയ്യിൽ എന്താണോ ഉള്ളത് ആ സംഭവം വെച്ചിട്ട് വെറുതെ ബട്ടറിലിട്ടിട്ട് ഉണ്ടാക്കുക. ഇനി ചിക്കൻ, ഇത് മഷ്റൂമാണ്. അപ്പോൾ ചിക്കൻ ഇങ്ങനത്തെ കൂണ് പിന്നെ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതിൽ കുറച്ച് പെപ്പറും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങോട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക. അതിൽ തന്നെ വെള്ളം ഉണ്ടാവുമല്ലോ. ചിക്കനൊക്കെ ആകുമ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്യുക, എല്ലില്ലാതെ. എന്നിട്ട് ഇതാ ഇങ്ങനെ അങ്ങോട്ട് വേവിച്ചതിൻ്റെ ശേഷം അപ്പം ഇത് മാത്രം ഇടണം, കുരുമുളക് പൊടി മാത്രം, വേറെ ഇഞ്ചി അത് ഇത് ഒന്നും ഇടരുത്, വെളുത്തുള്ളി ഒന്നും ഇടരുത്. അതൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു മടുപ്പ് വരും. അപ്പോൾ ഇതാകുമ്പോൾ ഒരു മടുപ്പൊന്നും ഉണ്ടാവില്ല, നല്ല ഫ്ലേവർ ആയിരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ അല്ലല്ലോ, സ്കൂളിൽ പോയിട്ട് കഴിക്കുമ്പോൾ ആ സ്മെല്ലും ഒന്നും ചിലപ്പോൾ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ടിഫിൻ ബോക്സ് തുറക്കുമ്പോൾ ഒരു സ്മെല്ല് വരാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇതൊക്കെ കുറേ സമയം എണ്ണയിലിട്ടിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഡ്രൈ ആക്കരുതേ ബട്ടറിൽ. റൈസ് എപ്പോഴും സോഫ്റ്റ് ആയിരിക്കണം. ഇനി സോഫ്റ്റ് ആവില്ലാന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അവിടെ 2 മിനിറ്റ് സിമ്മിൽ അവിടെ മൂടി വെച്ചാൽ മതി. 2 മിനിറ്റ് വേണ്ട, ഒരു മിനിറ്റ് അവിടെ മൂടി വെച്ചാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് റൈസായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും നമ്മളിത് സെർവ് ചെയ്യേണ്ടത്. ഗസ്റ്റൊക്കെ വരുമ്പം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള എന്ത് സാധനം വെച്ചിട്ട് ഇങ്ങനെ 3 തരത്തിലുള്ള റൈസ്. മറ്റേ അവരുടേതാകുമ്പോൾ ഒന്ന് യെല്ലോ ആയിരിക്കും, ഒന്ന് റെഡ് ആയിരിക്കും, ഒന്ന് ഇങ്ങനത്തെ ഒരു കളറായിരിക്കും, ഗ്രീൻ ആയിരിക്കും. അങ്ങനെ വിളമ്പി വെച്ചാൽ നല്ല രസമായിരിക്കും. ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കാം ഇറാനിയൻ റൈസും കബാബ്സും. ഇപ്പോൾ ഇതൊക്കെ അത്ര രുചി ഉണ്ടാവും കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാവും. മഷ്റൂമിൻ്റെ ഒക്കെ നമുക്കൊക്കെ ഇഷ്ടപ്പെടും, കാരണം ഈ മഷ്റൂം എപ്പോഴും എന്തിലാണെങ്കിലും കുറച്ചുകൂടെ ഫ്ലേവർ തരുന്ന സാധനമല്ലേ. അപ്പോൾ ഇത് വെറുതെ ബട്ടർ, സാൾട്ട് സംഭവം, പിന്നെ മഷ്റൂമൊക്കെ ആണെങ്കിൽ പെപ്പർ ഇടുക, പിന്നെ എന്തെങ്കിലും ചിക്കൻ്റെ സാധനമൊക്കെ ഇതൊക്കെ മേലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളോട് പറയാനുള്ള ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മേലെ വേണമെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു ഓംലെറ്റ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചിക്കൻ്റെ ഒരു സാധനം ഇങ്ങനെ നന്നായിട്ട് പരത്തിയിട്ടുണ്ടാക്കിയതൊന്ന് വെച്ച് കൊടുക്കുക. ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ശരിക്കും ഇല്ലേ, നിങ്ങളെ ശരിക്കും നമ്മളോടൊരു ഇപ്പോൾ ഒരു ഇഷ്ടം ഉണ്ടാവില്ലേ, ഒരു ഉമ്മമാരെന്നുള്ള അല്ലെ അമ്മമാരെന്നുള്ളൊരു ഇഷ്ടം അതിൽ കവിഞ്ഞിട്ടുണ്ടാവും. ഒരു സ്പെഷ്യൽ ഇഷ്ടം ഇങ്ങോട്ട് വരും. സൂപ്പർ മോമി ഇഷ്ടമാണത്. അപ്പോൾ അങ്ങനെ ആയവരിതാ താഴെ കമൻറ്റ് ചെയ്യുക.